നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 18. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 72-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ 72-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. കാമക്രോധമഹാലോഭ തൃഷ്ണാ വ്യാകുലചേതസാ തേ അഭിതിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതാ. കാമക്രോധമഹാലോഭ തൃഷ്ണ അവ്യാകുലചേതസാ ത അഭിതിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതാ. ഇവിടെ വാക്കാർത്ഥമല്ല, ഒരു ഭാവാർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാതെ കൊണ്ട് ഭാഗവതം മനസ്സിലാവില്ല. എന്താ പറഞ്ഞത്? കാമം, ക്രോധം, അധികരിച്ച ലോഭം, തള്ളുക എന്ന് പറയും. ആ അധികരിച്ച ലോഭം, അത്യാഗ്രഹം എന്നീ വൃത്തികൾ നിറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടിയവരും തപസ് ചെയ്യുന്നത് കൊണ്ട് തപശക്തിയും നശിച്ചു. തപസ് ചെയ്യുന്നത് കൊണ്ട് തപശക്തിയും നശിച്ചു. തപസ് ചെയ്യുന്നുണ്ട്, തപശക്തി ഉണ്ട്, അത് നശിച്ചു. എങ്ങനെ നശിച്ചു? കാമക്രോധ മത മത്സര ലോഭ ഭയ. അവിടെയാണ് കാമക്രോധം മഹാലോഭ തൃഷ്ണ വ്യാകുല ചേതസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാകുല ചേതസ മനസ്സിന് എന്താ പറയുക, വിഷമാവസ്ഥകൾ വന്നാൽ പിന്നെ അവിടെ സ്ഥിതപ്രജ്ഞനായിരിക്കേണ്ടതിന് പകരം തപസ് നശിച്ച് കച്ചവടത്തിൽ നഷ്ടം വന്നവനെ പോലെ ദുഃഖിക്കും. ദുഃഖം നമ്മളുണ്ടാക്കണതാണ്, ദുഃഖം മറ്റുള്ളവരുണ്ടാക്കണതല്ല. കാമം എവിടെ ഉണ്ടാവണത്? കാമം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിനെ നമ്മൾ ലഘൂകരിക്കരുത്. കാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം എന്ന് അർത്ഥം പറയാം. കാമനകൾ നോക്കൂ, ഒരു എയിം ഉണ്ടായിരിക്കണം ജീവിതത്തിലൊരു എയിം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ എയിം എന്തായിരിക്കണം? എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ ഞാൻ ജീവിച്ചോളാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് എൻ്റെ ഒരു കണ്ണ് പോയാലും മറ്റവൻ്റെ 2 കണ്ണും പോകണം, അങ്ങനെ പറയരുത്. നമ്മൾക്കെല്ലാം പറ്റിയിട്ടുള്ള ഈ ഇഗോ ക്ലാഷ് എന്ന് പറയും. അപ്പോൾ കാമക്രോധം, അധികരിച്ച ലോഭം, അത്യാഗ്രഹം ആവാൻ പാടില്ല. കാരണം പൂർവ്വജന്മത്ത് ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലമാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മൾ സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സജ്ജന സമ്പർക്കം കിട്ടാതെയിരിക്കില്ല. സജ്ജന സമ്പർക്കം കിട്ടാതെയിരിക്കാനുള്ള കാരണം അത്യാഗ്രഹം എന്നീ വൃത്തികൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പുതുതായിട്ട് പാപങ്ങൾ ചെയ്യാതെ കണ്ട് പുണ്യവർദ്ധനത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജന സംസർഗാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇവിടെയാണ് ഇതൊരു ചെറിയൊരു സർക്യൂട്ട് ക്ലീൻ ചെയ്യുക, വാച്ച് റിപ്പയർ ചെയ്യുക, TV റിപ്പയർ ചെയ്യുക, കിണർ ശുദ്ധീകരിക്കുക, വീട് മാറാലടിക്കുക. അതേപോലെ മനസ്സിലുള്ള വൈകല്യങ്ങളെ തൂത്തുവാരി പുറത്തിടാൻ സാധിക്കണം. എപ്പോഴും ദുഃഖപുത്രനും ദുഃഖപുത്രിയായിട്ട് ഇരുന്ന ഭാഗവതം എങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുക? ഭാഗവതാമൃതം പണ്ടൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഫാക്ടർ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ വയറിളക്കുക പറഞ്ഞിട്ട് സമ്പ്രദായങ്ങളായിരുന്നു. അതിന് പ്രത്യേകം മരുന്നും കഷായമൊക്കെ ഉണ്ട്. എവറി 3 to 6 months വയറിളക്കും. അങ്ങനെ ആയി എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം?
ഈ കോൺസ്റ്റിപ്പേഷൻ, വയറ് സ്തംഭനാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. അപ്പോൾ വാതം, പിത്തം, കഫം ഈ മൂന്നും സന്തുലനാവസ്ഥയിൽ നിന്നാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ കാമം, ക്രോധം, അധികരിച്ച ലോഭം, അത്യാഗ്രഹം എന്നീ വൃത്തികൾ നിറഞ്ഞിരിക്കുന്ന മനസ്സോടുകൂടിയവരായാൽ തപസ് ചെയ്യുന്നത് കൊണ്ട് തപശക്തി നശിച്ചു. അപ്പോൾ തപസ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം? വ്യാകുല ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. അതെന്നെ പറഞ്ഞ് ഞാൻ ഇന്ന് ഒരു ദിവസം മുഴുവൻ അത് പറയും. അപ്പോൾ 72ൻ്റെ അർത്ഥം അതാണ്. അത് 73 മനസഞ്ചാജയാ ലോഭാം ദംഭാൽ പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാൻ അനഭ്യസനാശ്ചൈവ ധ്യാനയോഗബലം ഗതം. മനസ്സഞ്ചാജയാ ലോഭാൽ ദംഭാൽ പാഖണ്ഡ സംശ്രയാൽ ശാസ്ത്രാനഭ്യസനാശ്ചൈവ ധ്യാനയോഗബലം ഗതം. അതും ധ്യാനയോഗബലം പോവാനുള്ള കാരണം എന്താണ്? ധ്യാനം ചെയ്യുന്നുണ്ട് ആൾക്കാർ, യോഗം, ഭക്തിയോഗമുണ്ട്, പക്ഷേ ആ ഫലം പോണു. കാരണം എന്താ? മനസ്സിനെ അടക്കുവാൻ കഴിയാത്തത് കൊണ്ട്. മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിനെ പുറത്ത് പറഞ്ഞയക്കരുത്. ഒരു എന്താണെന്ന് പറയുക, ഇപ്പോഴത്തെ കാമുകന്മാരുടെ അവസ്ഥ, അവർക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരാളുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു കുത്തി മലത്തി ആർക്ക് പോയി. അപ്പോൾ ആഗ്രഹിക്കാം, അതിനാണ് വിവാഹം. അതുവരെ വെയിറ്റ് ചെയ്യണം. വിവാഹത്തിന് പെണ്ണിനെ കിട്ടുന്നില്ല എന്ന് ചിലവർ പറയും. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ അക്ഷരവിദ്യാസം കൂടും, പക്ഷെ മൂള ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അവർ തെറ്റായ വഴി കൂടെ പോണത്. മൂള ഉണ്ടെങ്കിൽ തെറ്റായിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വിദ്യാഭ്യാസം മറ്റ് വാട്ട് കോസ്റ്റ്? വെറുതെ ഹരിശ്രീ ഗണപതേ നമ അല്ലെങ്കിൽ ABCD എനിക്ക് കൂട്ടി വായിക്കാം, അതുകൊണ്ട് വിദ്യാഭ്യാസമായില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ പരാവിദ്യ. അതിന് വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. ഈശ്വരീയതയെപ്പറ്റി, ജനിക്കാതെ കണ്ടിരിക്കാനുള്ള മാർഗത്തിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാവണം. പുനരഭി ജനനം, പുനരഭി മരണം ഇല്ലാത്തൊരവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതില്ലാതെ കണ്ട ഒരു ജീവിതം നമ്മൾക്ക് നരകം ഫലപ്രാപ്തി. അപ്പം എന്താ പറഞ്ഞത്? മനസ്സിനെ അടക്കുവാൻ കഴിയാത്തത് കൊണ്ടും ലോഭം, ദമ്പം, മതദ്വേഷികളുടെ സമാശ്രയം. മതദ്വേഷികൾ ഇത് എത്ര കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ല, ഇസ്ലാം മതമില്ല. എന്നാലും മതദ്വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സവർണനാണ്, നീ അവർണനാണ്. അല്ലെങ്കിൽ ഭട്ടതിരിപ്പാടിനെ കൂട്ടാക്കില്ല, ഭട്ടതിരിപ്പാടും ഭട്ടതിരിയും പിന്നെ നമ്പൂതിരിനെ കൂട്ടാക്കില്ല, നമ്പൂതിരി മൂസിനെ കൂട്ടാക്കില്ല, മൂസ് ഇളയതിനെ കൂട്ടാക്കില്ല. ഇതൊക്കെ ജാതിവർഗങ്ങളാണ്. ഇളയത് അമ്പലവാസിനെ കൂട്ടാക്കില്ല. അതിൽ പൂണൂലുള്ള പിന്നെ നമ്പീശൻ മാരാരെ കൂട്ടാക്കില്ല, പൊതുവാളെ കൂട്ടാക്കില്ല. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. എല്ലാവരും ആത്മീയ ബോധമുള്ളവരായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ആത്മീയ ബോധം ഇല്ലാത്തത് കൊണ്ട് ശരീരത്തിനെയാണല്ലോ ജാതിയായിട്ട് കണക്കാക്കുന്നത്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഇനി നായരിലെ എത്ര നായര്, പണിക്കരിൽ എത്ര പണിക്കര്, ഈഴവ സമുദായത്തിൽ എത്ര ആൾക്കാരെ. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സമഭാവന. എന്തിനാണ് സമഭാവന? ഒരാളെ കാണുമ്പോൾ അയാളെ വെറുക്കാതെ കണ്ടിരിക്കാൻ. ഇതാണ് പറഞ്ഞതിൻ്റെ വന്നതിൻ്റെ. അപ്പം മനസ്സിനെ അടക്കുവാൻ കഴിയാത്തത് കൊണ്ടും ലോഭം, ദമ്പം, മതദ്വേഷികളുടെ സമാശ്രയം, ശാസ്ത്രാഭ്യാസമില്ലായ്മ. ശാസ്ത്രാഭ്യാസം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. കൗരവർക്കും പാണ്ഡവർക്കും ദ്രോണാചാര്യരായിരുന്നു ധനുർവിദ്യ പഠിപ്പിച്ചിരുന്നത്.
അപ്പോൾ അതിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനോട് കുറച്ച് താല്പര്യം കൂടിയുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം മകനായിരിക്കുന്ന അശ്വത്ഥാമാവിനോട് ഇല്ലാത്ത ഒരു സ്നേഹം മധ്യമ പാണ്ഡവനായ അർജുനനോടുണ്ടായി. അങ്ങനെ നമുക്ക് കഥ നീട്ടിപ്പോണില്ല. ഈ ഇത്ര വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ കുട്ടികളുടെ പഠിച്ച വൈദഗ്ധ്യം തെളിയിക്കാൻ ഒരു പരീക്ഷ നിശ്ചയിച്ചു ഫൈനലി. അപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു കിളിയുടെ പ്രതിമ ഉണ്ടാക്കി തൂക്കി. എന്നിട്ട് പറഞ്ഞു, ആരാണ് ആ കിളിയുടെ കഴുത്ത് ഭഞ്ചിച്ച് താഴ്ത്തി ഇടുന്നത്, അവരാണ് കേമൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പലവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഞാൻ ആരൊക്കെ വിളിച്ചു എന്നുള്ളത് ഞാൻ പറയണില്ല. കൗരവരിലുള്ളവരെ വിളിച്ചു, പാണ്ഡവരിലുള്ളവരൊക്കെ വിളിച്ചു. അപ്പോൾ ചിലവർ പറഞ്ഞു, എന്താ കാണുന്നത്? ഓ, ഞാനിതാ ആകാശം കാണുന്നു, ആകാശത്തിലൊരു മരമുണ്ട്, നെക്സ്റ്റ്. ഞാനൊരു മരം കണ്ടു, അതിലൊരു കിളീനെ തൂക്കിയിട്ടുണ്ട്, യെസ്, നെക്സ്റ്റ്. ഞാനൊരു കിളീനെ കണ്ടു, നെക്സ്റ്റ്. ആ നെക്സ്റ്റ് അവസാനം വന്ന് നിൽക്കുന്നത് അർജുനനിലാണ്. അർജുന, നീ എന്താ കാണുന്നത്? ഗുരു, അങ്ങ് പറഞ്ഞ കിളിയുടെ കഴുത്തെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായി? ഈ കണ്ണ് എന്തിനെ കാണാൻ പാടൂ? ലക്ഷ്യത്തിനെ കാണാൻ പാടുള്ളൂ. ലക്ഷ്യം കാണാതെ കണ്ട് ഇരിക്കരുത്. അപ്പോൾ എന്തിനാ ഈ കഥ പറഞ്ഞത്? ഭാഗവതം, മഹാഭാരതം എല്ലാവർക്കും അറിയാം, പക്ഷേ തത്വശാസ്ത്രങ്ങൾ പഠിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഏത്? ശാസ്ത്രാഭ്യാസം എന്ന് പറഞ്ഞാൽ വ്യായാമം എന്തിനുള്ളതാണ്? വ്യായാമം ശരീരഘടനയെ നന്നാക്കും, സ്വസ്തി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ കണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം എന്താണ്? മനസ്സിനെ അടക്കുവാൻ കഴിയാത്തത് കൊണ്ടും ലോഭം, ദമ്പം, മതദ്വേഷികളുടെ സമാശ്രയം, ശാസ്ത്രാഭ്യാസമില്ലായ്മ എന്നീ ദോഷങ്ങൾ കൊണ്ടും ധ്യാനയോഗത്തിൻ്റെ ഫലവുമില്ലാതായി. അതാണ് പറയുന്നത്, ധ്യാനയോഗ ബലം ഗതം. മനസ്സിന് ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ധ്യാനിക്കും? മനസ്സിൽ അങ്കലാപ്പ്, ഒരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായാൽ ആ അങ്കലാപ്പ് പിന്നെ ഏകാഗ്രതയെ നശിപ്പിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണോ? അല്ല. അതിനാണ് നിഷ്കർഷിക്കണം, നമ്മളെ നിഷ്കർഷിക്കണം, അതാണ് പറ്റില്ല. അപ്പോൾ ഡോക്ടറായതിൻ്റെ ശേഷം, എൻജിനീയർ ആയതിൻ്റെ ശേഷം, കിമ്പളം വാങ്ങാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല. ഭാഗവതം പഠിക്കണത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാഡർ, IAS, IPS ആൾക്കാരൊക്കെ ഇത് പഠിക്കണം. പോലീസുകാർ പഠിക്കണം, വക്കീൽമാരിത് പഠിക്കണം, ജഡ്ജിമാരിത് പഠിക്കണം. എന്തിന്? അനീതിക്ക് കൂട്ടു നിൽക്കാതെ കണ്ടിരിക്കാൻ. നീതി എന്താണ്, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ് എന്നറിയണം. അപ്പം ഞാൻ ഭാഗവതത്തിനെ വിറ്റ് തിന്നില്ല, ഉദരംഭരികളായിട്ട് ഭാഗവത്തിനെ ക്രയവിക്രയം ചെയ്യില്ല എന്ന് ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഓത്തെടുക്കണം. ആ ഓത്ത് എൻ്റെ ഗുരുനാഥന് കൊടുത്ത വാഗ്ദാനമായിരിക്കണം. അല്ലെങ്കിൽ ഭാഗവതത്തിനെ സാക്ഷിയായിട്ട് ഞാൻ ശപഥം ചെയ്യണം. ഇതൊന്നുമില്ലാതെ കണ്ട് പ്രശ്നമുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സഞ്ജയാലോഭാം ദംഭാത്, മനസ്സിനെ ജയിക്കാതെ കണ്ടിരിക്കുക. പിന്നെ വർദ്ധിച്ചു വരുന്ന ലോഭം, ദമ്പം, പാകണ്ഡ സംശ്രയം. അതെന്ന് പറഞ്ഞാൽ മത്സ്യമാംസങ്ങൾ, മധുപാനങ്ങൾ, അതിനായിട്ടൊരു മതം ഉണ്ടാക്കിയതാണ് പിന്നെ ഭാഗവതം പറഞ്ഞത്. പാകണ്ഡന്മാർ, ഭം ഭോലോ, കഞ്ചാവ് വലിക്കണം. പാർവതി ദേവി സമ്മതിക്കുന്നതുകൊണ്ട് പരമശിവനെ കഞ്ചാവ് വലിക്കാൻ. പിന്നെ ആരാ വലിക്കണത്? പാഖണ്ഡ മതം. ഇതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും വേദത്തിൽ എന്താ പറഞ്ഞത്? ജീവൻ പോയാലും വിവാഹം നടന്നില്ലെങ്കിലും നുണ പറയരുതെന്നാണ്. പക്ഷെ നമ്മളെന്തായി?
ഒരു വിവാഹം നടക്കാൻ ജീവൻ പോകുമ്പോഴും നുണ പറയാം. അങ്ങനെയല്ല, പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൺസെഷൻ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്തില്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിന് കൺസെഷൻ കിട്ടുക ആർക്ക് വേണ്ടിയിട്ടാണ്? സാമ്പത്തിക ശേഷി ഇല്ലാതെ വീട്ടിൽ കാറിൽ കൊണ്ടുപോയി വിടാൻ സാധിക്കുന്നവർക്ക് നിങ്ങൾ കൺസെഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കൺസെഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ കൺസെഷൻ ഏത് രീതിയിലായിരിക്കണം? സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം. അത് പറഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞോന്നായി. അങ്ങനെയല്ല. രാഷ്ട്രബോധമില്ലാത്ത രാഷ്ട്രീയമാണിപ്പോൾ. രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയമല്ല. എന്നാൽ ലോകം നന്നാവും, ലോകർ നന്നാവും. പോട്ടെ. അപ്പോൾ അടുത്ത ശ്ലോകം 74. പണ്ഡിതാസ്തുകളത്രേണ രമന്തേ മഹിഷായ വാ പുത്രസ്യോൽപാദനേ ദക്ഷാ അദക്ഷാ മുക്തി സാധനേ. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷായ വാ പുത്രസ്യോത്പാദനേ ദക്ഷാ മുക്തി സാധനേ. എന്താ അതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാരാകട്ടെ പോത്തുകളെന്ന പോലെ വിധി നിഷേധകാലങ്ങളെ ഗണിക്കാതെ കണ്ട്. ശ്രദ്ധിക്കണം, വിധി നിഷേധകാലം. വിധി നിഷേധിച്ച കാലത്തെ ബഹുമാനിക്കണം. എന്താ വിധി നിഷേധകാലം? സന്ധ്യാസമയത്ത് നാമം ചെല്ലണം. സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കണം, നാമം ചെല്ലണം, സ്തോത്രങ്ങൾ സ്തുതികൾ ആലപിക്കണം. അതിന് എന്ത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ, എത്രയോ TV ചാനലുകളുണ്ട്. ഒരു ക്രിസ്ത്യൻ കഥയോ ഒരു മുസ്ലിം കഥയോ വരുന്നുണ്ടോ? ഇല്ല. എല്ലാം ഹിന്ദുക്കളാണ് ക്യാരക്ടേഴ്സ്. ആരാ ഇതിൻ്റെ ശില്പികൾ? ഹിന്ദുക്കളാണ്. പ്രൊമോട്ടേഴ്സോ ഹിന്ദുക്കളാണ്. എന്നിട്ട് ഹിന്ദുക്കൾ നാമം ചെല്ലുന്ന തക്കതായ സമയത്തിനെ ഇല്ലായ്മ ചെയ്ത് കാലാകാലമായിട്ട് വീട്ടിലെ അശാന്തി പ്രതിഫലിപ്പിക്കുന്ന പോലെയുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു വില്ലൻ ക്യാരക്ടർ, ഒരു ഹീറോ, 2 ഹീറോയിൻ. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമാണ്. പക്ഷെ നമ്മൾക്ക് ആർക്കെങ്കിലും അതൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ അടിമകളാണ്. ആരുടെ? പരസ്യത്തിൻ്റെ. മാറി മാറി വരുന്ന പരസ്യങ്ങളുടെ അടിമകളാവുക കാരണം സ്വതസിദ്ധമായ രീതിയിൽ ആലോചിക്കാനുള്ള ബുദ്ധി നമ്മൾക്കില്ലാതെ ഉണ്ടായിട്ടുണ്ട്. അരമണിക്കൂർ ദിവസേന സന്ധ്യാനാമം ചെല്ലണം അത്ര ആൾക്കാരുണ്ട്. TV കാണാതെ കണ്ട് ആഹാരം കഴിക്കുന്ന അത്ര ആൾക്കാരുണ്ട്. TV കാണാതെ കണ്ട്. അപ്പോൾ പണ്ഡിതാസ്തുക്കൾ എത്രയാണ് രമന്തേ മഹിഷായുവ. പണ്ഡിതന്മാർ പോത്തുകളെ പൊന്ന പോലെ വിധി നിഷേധകാലങ്ങളെ ഗണിക്കാതെ കണ്ട്. ഈ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായത്? സന്ധ്യാസമയത്ത് കാമം ഉണ്ടാവുക കാരണം പറ്റിയതാണ്. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടൊരു ഗുണപാഠമായിട്ട് എടുത്ത് നമ്മൾ തിരിഞ്ഞിട്ടില്ല. നമ്മളെ എന്തുകൊണ്ട് കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? ഒരച്ഛൻ ഒരമ്മ എന്ത് വേണമെങ്കിലും ആവാം. കൂട്ടുകുടുംബമാകുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശി അമ്മാവൻ അവരുടെ നിഷ്കർഷം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഭാഗവതം പഠിച്ചിട്ടുമില്ല, ശാസ്ത്രബോധം ഇല്ലേ. ഇനി മതേതരത്വത്തിൻ്റെ മുകളിൽ ഹിന്ദുക്കൾ ശാസ്ത്രബോധം ഇല്ലാത്തവരാണ്. അതല്ല ഇന്ന് പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ പ്രതിഫലിച്ച് കാണുന്നത്. അപ്പോൾ നോക്കൂ, ഒരു 365 ദിവസത്തിൽ ഒരു ദിവസം മാത്രം ഒരു ക്ഷേത്രത്തിൽ വലിയൊരു പൂരം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? സനാതന ധർമ്മത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പണ്ഡിതന്മാരാകട്ടെ പോത്തുകളെന്ന പോലെ വിധി നിഷേധകാലങ്ങളെ ഗണിക്കാതെ ഭാര്യാസംയോഗം കൊണ്ട് രമിക്കുന്നു.
ഭാര്യാസംയോഗത്തിനും ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പുത്രോൽപാദനത്തിൽ മാത്രമേ സാമർഥ്യമുള്ളൂ. പുത്രോൽപാദനത്തിന് മാത്രമേ സാമർഥ്യമുള്ളൂ. മുക്തിയെ സമ്പാദിക്കുന്നതിൽ അസമർത്ഥന്മാരായിരിക്കുന്നു. അദക്ഷാ മുക്തിസാധനെ, മുക്തിസാധനം കരകലമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകണു, എന്തുകൊണ്ട് നമ്മൾക്ക് ശാന്തിയും സമാധാനവും കിട്ടണില്ല? യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമഃ. എത്ര ആൾക്കാർ ജപിക്കുന്നുണ്ട് ഇല്ലേ? ജപം എത്ര മൈൽ സ്പീഡിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശാന്തമായിട്ട് ചൊല്ലേണ്ടതാണ്. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയണം. ചൊല്ലപ്പെടുന്ന മന്ത്രങ്ങളുടെ അർത്ഥതലങ്ങൾ അറിയണം, വ്യാപരിപ്പിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് മുക്തിയെ സമ്പാദിക്കുന്നതിൽ അസമർത്ഥന്മാരായിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം 75. നഹി വൈഷ്ണവതാകുത്ര സമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാര സ്ഥലേ സ്ഥലേ. എനിക്കൊരഭിപ്രായമുണ്ട്, ഈ ഭാഗവത മാഹാത്മ്യം മാത്രം പഠിച്ചാൽ മതി. ഈ ഒരധ്യായം അല്ല, 6 അധ്യായം വായിക്കണം, പഠിക്കണം അർത്ഥം, എന്നാൽ രക്ഷപ്പെടാം. അതും ചെയ്യാൻ സമ്മതിക്കില്ല. പേരിന് ഒരു മാഹാത്മ്യം ഒരധ്യായം വായിപ്പിക്കും. എന്നിട്ട് വരാൻ പോകുന്ന 6.5 ദിവസത്തിലുള്ള ഫണ്ടിങ് കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കും. ഇന്നന്ന പൂജകൾ നിങ്ങൾ ഇന്നന്ന ചെയ്താൽ ഇന്നന്ന ഗുണം ഉണ്ടായിരിക്കും. ഹൗ വി ക്യാൻ സേ ദാറ്റ്? ഭാഗവതത്തിൽ ഈ പറഞ്ഞ പ്രീ കണ്ടീഷൻസ് ഇല്ലാതെ കണ്ട് ഭാഗവതം വായിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ നഹി വൈഷ്ണവത കുത്രസമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാര സ്ഥലേ സ്ഥലേ. സമ്പ്രദായത്തെ അനുസരിച്ചിട്ടുള്ള വൈഷ്ണവധർമ്മം യാതൊരു ദിക്കിലും കാണുന്നില്ല. വിഷ്ണു പൂജ എങ്ങനെ ചെയ്യണം എന്ന് ശാസ്ത്രവിധിയുണ്ട്. നാരായണ കവചം ചൊല്ലിയതുകൊണ്ട് നാരായണൻ നമ്മളെ രക്ഷിക്കില്ല. പിന്നെ എന്താ വേണ്ടത്? ഈ പറഞ്ഞിട്ടുള്ള പ്രീ കണ്ടീഷൻസ്, വൈഷ്ണവ സിദ്ധാന്തം, അന്യരെ ഉപദ്രവിക്കരുത്, അന്യർക്ക് ശ്രേയസ്സുണ്ടാവുന്ന കാര്യങ്ങളെ ചെയ്യാവൂ, മമത പാടില്ല, പ്രീതികരമായി ജീവിക്കണം. ഹൗ മെനി? അപ്പോൾ സമ്പ്രദായത്തെ അനുസരിച്ചിട്ടുള്ള വൈഷ്ണവധർമ്മം യാതൊരു ദിക്കിലും കാണുന്നില്ല എന്നാണ്. ഐതർ ഗുരുവായൂർ അല്ലെങ്കിൽ തിരുമല, എവിടെയാണെങ്കിലും ശരി. ഇപ്രകാരം എല്ലാ സ്ഥലത്തിലും വസ്തുസാരം നശിച്ചിരിക്കുന്നു. സാരം, എസൻസ് ഇല്ല. കർമ്മങ്ങൾ പലതുമുണ്ട്. ശാന്തി ഇല്ല, അശാന്തി. ഒരു പൂരാണെങ്കിൽ അടിയില്ലാതെ പറ്റില്ല. അതിന് കള്ള് കുടിക്കും വേണം, ചാടണം. കള്ള് കുടിക്കണം, ചാടണം. പൂരത്തിന് 2 ഭാഗക്കാർ തമ്മിൽ അടി, 4 ഭാഗത്തിന് 4 ഭാഗത്തും അടി. അതിനാണോ പൂരം? ഈ മിണ്ടാപ്രാണിയായിരിക്കുന്ന ആനേനെ താടിക്ക് കുത്തി തല പൊന്തിച്ചിട്ട് കൂക്കി വിളിച്ച് ലോകത്തില്ലാത്ത ഗിൽട്ടൊക്കെ പൊട്ടിച്ചിട്ട് പൊടി വതറി, ഹോളിക്ക് പൊടി, പിന്നെ പല രംഗങ്ങൾ, പിന്നെ കളറിലുള്ള പൊടികൾ വരാറുണ്ട്. പക്ഷേ എഴുന്നള്ളിപ്പിന് മുമ്പ്. അപ്പം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം സമ്പ്രദായം എന്താണെന്നുള്ളത് അറിയില്ല. സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് സമ്പ്രദായം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ സംസ്കൃത പണ്ഡിതനൊന്നുമല്ല, എനിക്കതിനെ അന്വയിക്കാൻ അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി, സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ പ്രദാനം ചെയ്യാൻ സാധിക്കണം. അതാണ് സമ്പ്രദായം. ഈശ്വരാരാധനയുടെ സമ്പ്രദായം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോത്തിനെ വിട്ട്, കോഴിയെ വിട്ട്, ആടിനെ വിട്ട് അല്ല. പിന്നെന്താ? മറ്റുള്ളവർക്ക് പ്രീതി കൊടുക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ആത്മാവിൽ സമഭാവന അല്ലാതെ കൊണ്ട് വേറൊന്നും പാടില്ല. സമഭാവന. അപ്പോൾ വൈഷ്ണവധർമ്മം യാതൊരു ദിക്കിലും കാണുന്നില്ല. ഇപ്രകാരം എല്ലാ സ്ഥലത്തിലും വസ്തുസാരം നശിച്ചിരിക്കുന്നു. ഒന്നിൻ്റെയും
ഈഗോ അല്ലാതെ കണ്ട് എസൻസ് ഇല്ലാതെ കണ്ടായി എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 76. അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിത. എന്താ പറഞ്ഞത്? അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷ സഹതേ നികടേ സ്ഥിത. അതായത് ഈ വിധം കാണപ്പെടുന്നത് യുഗധർമ്മമാകുന്നു. നമുക്കൊരു കൺസോളേഷൻ, കലിയുഗമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന. എന്നാൽ കലിയുഗ ആണെങ്കിൽ കലിയിനെ നമ്മൾ വാരിപ്പുണരണോ? വേണ്ട. കാരണം ആരാണ് കലിധർമ്മത്തിലെ കാര്യങ്ങൾ ചെയ്യണത്? അവർക്ക് കലികാലമുള്ളൂ. അപ്പോൾ കലികാലത്ത് ഈശ്വരനാമങ്ങൾ ജപിച്ച് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് തെറ്റുകളെ ചെയ്യാതെ കണ്ട് അനവരതം പാപപുണ്യങ്ങൾ കാമിക്കാതെ കണ്ട് ഈശ്വരോപാസന നിഷ്കാമമായി ചെയ്താൽ രക്ഷപ്പെടാമെന്ന് ഭാഗവതം പറയണം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല, അത് നമ്മൾ ചെയ്യണമില്ല. അപ്പോൾ ഈ വിധം കാണപ്പെടുന്നത് യുഗധർമ്മമാകുന്നു. ദോഷം ആർക്കിരിക്കുന്നു? ആർക്കുമില്ല. എന്തുകൊണ്ടെന്നാൽ കാലസ്വഭാവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരിലും വസിക്കുന്ന ശ്രീഹരി ആ ദോഷങ്ങളെ സഹിക്കുന്നുണ്ട്. ഭഗവാൻ അറിയാം ഇത് കലികാലാണ്. പക്ഷേ ഭഗവാൻ സഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ ക്ഷമ നമ്മൾ പരീക്ഷിക്കാൻ പാടുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ കാലസ്വഭാവമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരിലും വസിക്കുന്ന ശ്രീഹരി. അപ്പോൾ ശ്രീഹരി എവിടെ ഇരിക്കണത്? എല്ലാവരിലും. ആ ബോധം നമ്മൾക്കുണ്ടോ? നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനും നമ്മുടെ പിന്നിൽ നിൽക്കുന്നവനും ശ്രീഹരി രൂപധാരികളാണ് എന്ന് എത്ര ആൾക്കറിയാം? അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരാളുടെ മുതൽ തട്ടിയെടുക്കുമോ? ഒരു സഹോദരൻ്റെ ഒരു സഹോദരിക്ക് കിട്ടേണ്ടതായ സൗഭാഗ്യത്തെ നമ്മൾ തട്ടിയെടുക്കുമോ? അപ്പം നമ്മൾ ഇലക്ഷനിൽ പോരാടുമോ? ആര് മന്ത്രിയായ എന്താ? കർമ്മം നന്നായി ചെയ്തു, ജനോപകാരമായിട്ടാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഒരു ഇലക്ഷൻ? അപ്പോൾ ഇത് ചോദ്യം ചെയ്യാനും ഇത് പ്രകടിപ്പിക്കാനും ഇതിനെ പരീക്ഷിക്കാനും നമ്മൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സൂത ഉവാച, സൂതനൊരു സംശയം. ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയ ശ്രൂയതാം തത്സശൗനക. ഇതി തദ്വചനം, തദ്വചനം എന്നാണ് വാക്ക്, പക്ഷെ തദ്വചനം തന്നെ വായിക്കണം. തദ്വചനം ശ്രുത്വാ, കേട്ടുകൊണ്ട്, വിസ്മയം പരമം ഗത. എന്നാൽ ഇനി ആശ്ചര്യമൊന്നുമില്ല, ആശ്ചര്യം പോയി കിട്ടി. ഭക്തിരൂചേ വചോ ഭൂയ ശ്രൂയതാം തശ്ച ശൗനകാം. എന്താ സൂതൻ പറഞ്ഞത്? ഇപ്രകാരം നാരദൻ പറഞ്ഞ വചനം കേട്ടിട്ട് പരമവിസ്മിതയായ ഭക്തി പിന്നെയും പറഞ്ഞതിനെ ഹേ ശൗനക കേൾക്കുക. ഇപ്രകാരമാണ് നാരദര് പറഞ്ഞത്. അത് പറഞ്ഞ വചനം കേട്ടിട്ട് പരമവിസ്മിതയായ ഭക്തി പിന്നെയും പറഞ്ഞതിനെ പിന്നെ എന്താ പറഞ്ഞത്? ഭക്തി എന്ത് മറുപടിയാണ് നാരദർക്ക് കൊടുത്തത്? അതാണ് ഇനി അടുത്ത് പറയണത്. ശ്രീ ഭക്തിരുവാച, ഭക്തി പറഞ്ഞു, സുരർഷേ ത്വം ച ധന്യോ അസി മദ്ഭാഗേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. സുരർഷേ ത്വം ച ധന്യോ അസി മദ്ഭാഗേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. എന്താ അതിന് ഭാവാർത്ഥം പറയാം? ശ്രീ ഭക്തി പറഞ്ഞു, ഹേ ദേവർഷേ നാരദമുനി, അങ്ങ് ധന്യനാകുന്നു. കാരണം അങ്ങയിൽ വിശേഷപ്പെട്ടൊരു ധനമുണ്ട്. എന്താ? ഭക്തി. ഭക്തി ഉണ്ട് അങ്ങക്ക്. ഭക്തിയുടെ പ്രസ്ഥാനമാണ് അങ്ങ് ചെയ്യണത്. അതുകൊണ്ട് അങ്ങ് ധന്യനാകണം. കാശുള്ളവനോട് ഒരാൾ ധന്യനാണെന്ന് പറയില്ല.
സത്കർമ്മനിരതന്മാരോട് പറയും ധന്യനാണ്, അഹോ ധന്യോസ്യം, അങ്ങ് ധന്യനാണ്. അപ്പോൾ അങ്ങ് ധന്യനാകുന്നു, എൻ്റെ ഭാഗ്യത്താൽ അങ്ങിവിടെ വന്നു ചേരുവാനിടയായി. ഭക്തി പറയാണ്, അങ്ങയുടെ എന്താണ് പറയുക, അങ്ങിപ്പോൾ ഇവിടെ എത്തപ്പെട്ടത് എൻ്റെ ഭാഗ്യമെന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ലോകത്തിൽ സാധുക്കളുടെ സന്ദർശനം, എന്താ സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണനിധികളായിട്ടുള്ളവർ, അതായത് സന്ദർശനം തന്നെ സർവസിദ്ധിയെ നൽകുന്നതിന് സമർത്ഥമാകുന്നു. സർവ സിദ്ധി, ഏതെല്ലാം തരത്തിൽ സിദ്ധികളുണ്ടോ അതൊക്കെ നമുക്ക് ലഭിക്കും. ഇതാണ് 78-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി 79-ാമത്തെ ശ്ലോകം ഭാഗവത മഹാത്മ്യത്തിൽ അവസാനത്തെ ശ്ലോകമാണ്. അറ്റ്ലീസ്റ്റ് ഇതുകൂടി കഴിഞ്ഞാൽ ഒരധ്യായം നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. 18 സ്ലോട്ട്സ്, 18 ദിവസം കൊണ്ട്. ഇത് എത്ര ആൾ ശരിക്കും വായിച്ചു പഠിച്ചു, എത്ര ആൾക്ക് അവരവരുടെ പോരായ്മകളെ തിരുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. എന്താ, ഞാൻ ഈ 18 എപ്പിസോഡ് ഞാൻ കേട്ടു, എനിക്ക് പല തെറ്റിദ്ധാരണകളും തിരുത്താൻ പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം. അത്രയേ ഉള്ളൂ. എന്താ 79-ാമത്തെ ശ്ലോകം? ജയതി ജയതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ച അകലയ്യ, ചാകലയ്യ എന്നാണ്, ച അകലയ്യ. ധ്രുവപദമവിയാദോ യത്കൃപാദോ ധ്രുവോ അയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നമാസ്മി. ഞാൻ നമിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. ജയതി ജയതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമഭിയാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. എന്താണ് അതിനെ വാക്യാർത്ഥം പറയേണ്ടത്? ജഗതി, ജഗതി, ജഗത്തിൽ, ജഗത്തിൽ, ജഗതി, ജഗത്തിൽ യസ്യതേ, യസ്യതേ എന്ന് പറഞ്ഞാൽ യാതൊരു, അങ്ങയുടെ, അതങ്ങനെയാണ് വരിക. വചനരചനം, കേവലം ഏകമായ വചനരചനത്തെ മാത്രം, അതായത് ഉപദേശത്തെ മാത്രം. ആകലയ്യ, ആകലനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അതിനെ പിരിച്ചും തിരിച്ചും മനസ്സിലാക്കണം. അതാണ് ആകലയ്യ. വചനരചനം കേവലം ഏകമായ വചനരചനത്തെ, ഉപദേശത്തെ മാത്രം ആകലയ്യ, ആകലനം ചെയ്തിട്ട് കായാധവ, കായാധുവിൻ്റെ സന്താനം എന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ, കായാധവ. മായാം ചെയ്തി, മായയെ ജയിച്ചുവോ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീയ മന്ത്രം, അല്ലെങ്കിൽ ഓം നമോ നാരായണായ അഷ്ടാക്ഷരീയ മന്ത്രം. ചിലവർ ഓം നമോ നാരായണായ നമ, അത് തെറ്റാണ്. ഞാൻ പലപ്പോഴും തിരുത്തണമെന്ന് പറയും. പക്ഷേ എനിക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ തിരുത്താൻ പാടില്ല. കാരണം എന്താ, അതിന് ചില ആശ്രയദോഷങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റ് ചെയ്തവരെ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തെറ്റാണ്. ഞാനടക്കം പ്രഭാഷണത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായ അപ്പോൾ തന്നെ ഞാൻ തിരുത്താൻ തയ്യാറാവും. എനിക്കിങ്ങനൊരു തെറ്റ് പറ്റി, ഞാൻ ഇന്നതാണ് പറഞ്ഞത്, ഇന്നതല്ല വാസ്തവം, ഇന്നതാണ് എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ജഗതി, ജഗത്തിൽ യസ്യതേ, യാതൊരു, അങ്ങയുടെ ഏകം വചനരചനം, കേവലം ഏകമായ വചനരചനത്തെ മാത്രം, ഉപദേശത്തെ മാത്രം. ആകലയ്യ, വിശകലനം ചെയ്തിട്ട് കായാധവ, കായാധുവിൻ്റെ സന്താനം പ്രഹ്ലാദൻ. മായാം ചെയ്തി, മായയെ ജയിച്ചുവോ. യത് കൃപാത, യാതൊരുവൻ്റെ കാരുണ്യത്താൽ, ഭഗവാന്റെ കാരുണ്യം ഇല്ലാണ്ട് മായയെ ജയിക്കാനും പറ്റില്ല. അയം ധ്രുവ, ഈ ധ്രുവൻ, ധ്രുവപദം അഭിയാത, ധ്രുവസ്ഥാനത്തെയും പ്രാപിച്ചുവോ. സകല കുശലപാത്രം, സകല മംഗളകർമ്മങ്ങളുടെ ഭജനമായിരിക്കുന്ന
സകല കുശലപാത്രം, എല്ലാവിധ കൗശലങ്ങളും നമുക്കുണ്ടാവും. എന്ത് ചെയ്താൽ? ഭാഗവതം പഠിച്ചാൽ, വേണ്ട പോലെ പഠിച്ചാൽ. അപ്പോൾ സകല കുശലപാത്രം, സകല മംഗളകർമ്മങ്ങളുടെ ഭാജനമായിരിക്കുന്ന തം ബ്രഹ്മപുത്രം, ആ ബ്രഹ്മപുത്രനെ നദാസ്മി, ഞാൻ നമസ്കരിക്കുന്നേൻ. നദാസ്മി, ഞാൻ നമസ്കരിക്കുന്നേൻ. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പിന്നെ എവിടുന്ന് തുടങ്ങണം? ആദ്യം മുതൽ തന്നെ, അതായത് ആ ശ്ലോകത്തിൻ്റെ ആദ്യം പറയണു, ജഗത്തിൽ യാതൊരു അങ്ങയുടെ കേവലം ഏകമായ വചനരചനത്തെ മാത്രം ആകലനം ചെയ്തിട്ട് കായാതുവിൻ്റെ സന്താനം ആയിരിക്കുന്ന പ്രഹ്ലാദൻ മായാം ചെയ്തി, മായയെ ജയിച്ചുവോ. യത് കൃപാത, യാതൊരുവൻ്റെ കാരുണ്യത്താൽ ഈ ധ്രുവൻ ധ്രുവപദം ധ്രുവസ്ഥാനത്തെയും പ്രാപിച്ചുപോ. സകല കുശലപാത്രം, സകല മംഗളകർമ്മങ്ങളുടെ ഭാജനമായിരിക്കുന്ന തം ബ്രഹ്മപുത്രം, ആ ബ്രഹ്മപുത്രനെ നദാസ്മി, ഞാൻ നമസ്കരിക്കുന്നേൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം നോക്കാം. കായാതുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ യാതൊരു നിന്തിരുവടിയുടെ, അതായത് നരഹരി നൃസിംഹത്തിൻ്റെ നിന്തിരുവടിയുടെ നാരായണ നാമമന്ത്രോപദേശ രൂപമായ വചനത്തെ മാത്രം, നാരായണ നാമ മന്ത്രോപദേശ രൂപമായ വചനത്തെ മാത്രം എന്ന് പറഞ്ഞാൽ ഈശ്വരീയത ആര് പഠിപ്പിക്കണം? അവരെ ബഹുമാനിക്കണം. അവർ ഈശ്വരൻ തന്നെയാണ്. ഇനി അതാണ് നിരന്തരം നിരൂപണം ചെയ്തതിനാൽ ജഗത്തിൽ മറ്റാർക്കും ജയിപ്പാൻ കഴിയാത്തതായ മായയെ ജയിച്ചു എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. ഞാനെന്നും എൻ്റേതുമെന്നുള്ള ഭാവത്തെ ജയിച്ചുവോ. ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം വേണം, പക്ഷെ അത് അസ്ഥാനത്താവരുത്. എല്ലാവർക്കും പ്രശംസനീയമായ കാര്യങ്ങൾ ചെയ്യലാണ് ഇതിൽ പറഞ്ഞ ഗുണഗണങ്ങളെ നമ്മൾ സ്വീകരിച്ച് അവരോധം ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ അവരോധിക്കണവരെയാണ്. അപ്പോൾ ജഗത്തിൽ മറ്റാർക്കും ജയിപ്പാൻ കഴിയാത്തതായ മായയെ, ഞാനെന്നും എൻ്റേതുമെന്നുള്ള ഭാവത്തെ ജയിച്ചുവോ. യാതൊരുവൻ്റെ കാരുണ്യകടാക്ഷത്താൽ ഉത്താനപാദപുത്രനായ ധ്രുവനെന്ന രാജകുമാരൻ വൈകുണ്ഠദ്വാരമായ ധ്രുവസ്ഥാനത്തെ പ്രാപിച്ചുവോ. സകല മംഗളകർമ്മങ്ങളുടെയും അധിവാസസ്ഥാനഭൂതനായ ആ ബ്രഹ്മപുത്രനായ നെന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഭാവാർത്ഥം. അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും കാണുമ്പോൾ നമോവാകം എന്ന് പറഞ്ഞത് തെറ്റൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സന്തോഷം എന്താ, നിങ്ങൾ എത്ര ആളെന്ന് എനിക്കറിയില്ല, ഭാഗവത മഹാത്മ്യത്തിൽ ഒരധ്യായം പറയാൻ സാധിച്ചതിൽ എനിക്കെന്നെ സന്തോഷം. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തിനാരദ സംവാദോ നാമ പ്രഥമോധ്യായ ആണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ആ മനസ്സിലുള്ള വ്യാകുല ചിന്തകളില്ലായ്മ ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസം നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.